ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയാൽ ബി.ജെ.പി. തന്നെ മൂന്നാമതും അധികാരത്തിലെത്തി. 72 അംഗങ്ങളുള്ള മൂന്നാം മോദി സർക്കാർ. എന്നാൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ പേരിൽ സഖ്യകക്ഷികളെല്ലാം ചേർന്ന് ബി.ജെ.പിയെ താഴെ ഇറക്കുമെന്നായിരുന്നു വിവിധ മാധ്യമങ്ങൾ പറഞ്ഞു നടന്നിരുന്നത്. എന്നാൽ ഇത്തരം മാധ്യമ വാർത്തകളെ ആകെ ഇല്ലാതാക്കിയതായിരുന്നു ഇന്നലത്തെ ബി.ജെ.പിയുടെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഘടകകക്ഷികൾക്ക് അർഹമായ പ്രാതിനിധ്യം മാത്രം നൽകും, പിന്തുണ അതിര് കഴിഞ്ഞ് ആശ്രയിക്കാതെയുള്ള നിലപാടാണ് ബി.ജെ.പിക്കുള്ളതെന്ന് ഇതോടെ വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാകുമ്പോൾ പ്രധാന പാർട്ടിയുടെ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഊഴം ഘടകകക്ഷിയിലെ വിവിധ നേതാക്കൾക്ക് നൽകാറാണ് പതിവ്. എന്നാൽ അതിന് വിപരീതമായി മൂന്നാം മോദി മന്ത്രിസഭയിലെ മുഖ്യകക്ഷിയായ ബി.ജെ.പിയിലെ മുൻനിര നേതാക്കളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാത്രമാണ് ഘടകകക്ഷിയിലെ വിവിധ നേതാക്കൾക്ക് അവസരം നൽകിയത്. ഇതൊരു സൂചനയാകാം. അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് എൻ.ഡി.എ സഖ്യത്തിൽ സാധ്യതയില്ലെന്ന വ്യക്തമായ സൂചന. വിവിധ രാഷ്ട്രീയ കരുനീക്കങ്ങൾ മുന്നിൽ കണ്ടിട്ടുകൂടിയാകാം വിവിധ കേന്ദ്രമന്ത്രി പദവികൾ പങ്കിടുന്നതിലും വിവിധ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാകാം അത്. ഒരൊറ്റ സീറ്റ് മാത്രം വിജയിച്ച കേരളത്തിൽ ലഭിച്ചത് 2 കേന്ദ്ര സഹമന്ത്രി സ്ഥാനമാണ്. ഒരു സീറ്റിൽ പോലും വിജയിക്കാത്ത തമിഴ്നാട്ടിൽ ഒരു ക്യാബിനറ്റ് പദവി നിലനിർത്തിയിട്ടുമുണ്ട്. യു.പിയിൽ നിന്ന് 9 കേന്ദ്രമന്ത്രിമാരുണ്ട്. ഹരിയാനയിൽ നിന്നും 3 മന്ത്രിമാരും ഡൽഹി, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോരോ മന്ത്രിമാരും മൂന്നാം മോദി മന്ത്രിസഭയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇത്തരം മന്ത്രിസ്ഥാന പദവികൾ നൽകിയത് ജയിച്ച സീറ്റുകൾക്ക് ആനുപാതികമല്ലാത്തത് ചില രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഭാഗമാകാനും സാധ്യത ഏറെയാണ്. സിനോസ് കോഴിക്കോട്.